BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോട്ടയം നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണങ്ങൾ ചൂടേറുകയാണ്. കോട്ടയത്തെ തന്നെ പ്രമുഖ മുഖങ്ങളാണ് ഇക്കുറിയും മത്സരത്തിന്റെ ഇറങ്ങുന്നത്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് മത്സരിച്ച് വിജയം ഇക്കുറിയും ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതേസമയം തിരുവഞ്ചൂരിനെതിരെ മത്സരം ഘടിപ്പിക്കാൻ ഇക്കുറി CPM-ന് കെ അനിൽകുമാറിന് പകരം മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വന്നില്ല. അതേസമയം പേരിലെ സാമ്യം ഇക്കുറി മണ്ഡലത്തിൽ വേറിട്ട കാഴ്ചയായി. NDAയിൽ നിന്നും BDJS സ്ഥാനാർത്ഥിയായി P. അനിൽകുമാറും മത്സരിക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. ഇരു കൂട്ടരെയും പേരിലെ സാമ്യം വോട്ടിൽ തിരിച്ചടിയാകുമെന്നും ഇത്തവണ കണ്ടറിയുക തന്നെ വേണം. 2021 തിരുവഞ്ചൂരിന്റെ ഭൂരിപക്ഷം 18,000 വോട്ടുകളായിരുന്നു. ഒപ്പം LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ അനിൽകുമാറിന് 46,658 വോട്ടുകളും ലഭിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ രണ്ടാം പിണറായി സർക്കാരിന് തുടക്കം കുറിച്ചപ്പോൾ കോട്ടയം പിടിച്ചു നിർത്തിയത് തിരുവഞ്ചൂരായിരുന്നു. ഇക്കുറിയും UDF തരംഗമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് പാർട്ടി കരുതുന്നത്. എതിർ സ്ഥാനാർത്ഥിയായ കെ അനിൽകുമാർ മണ്ഡലത്തിലെ വോട്ട് ഷെയർ ഉയർത്തുകയും സാമൂഹ്യ പരിസ്ഥിതി വിഷയങ്ങളിൽ കാര്യമായി ഇടപെടുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും ഇക്കുറി വിജയത്തിലേക്കുള്ള പടവുകൾ എളുപ്പമാകുകയാണ് ഇടത് നിരീക്ഷണം. കോട്ടയം ജില്ലയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായ ഭൂരിപക്ഷം UDF നിലനിർത്താറുണ്ടെങ്കിലും 2021 തെരഞ്ഞെടുപ്പിൽ ആകെ 4 സീറ്റുകളിലേക്കായി പാർട്ടി ഒതുങ്ങുകയായിരുന്നു. അതേസമയം LDF അന്ന് 5 സീറ്റുകളും നേടി ജില്ലയിൽ ആധിപത്യം നേടിയിരുന്നു. 2016 ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 6 സീറ്റും UDF-നൊപ്പമായിരുന്നു. എന്നാൽ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം ചെറുതല്ലാത്ത രീതിയിൽ പാർട്ടിയെ ബാധിച്ചു. 2011 മുതൽ കോട്ടയം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. വ്യക്തമായ ഭൂരിപക്ഷത്തിലെ വിജയം എല്ലാ കാലവും തിരുവഞ്ചൂർ നിലനിർത്തുന്നുണ്ടെങ്കിലും അട്ടിമറി പ്രതീക്ഷിച്ചുകൊണ്ടാണ് LDF ഇക്കുറി കളത്തിലിറങ്ങുന്നത്. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇക്കുറി UDF-ന് അനുകൂലമായതാണ് മുന്നണിയിലെ ആശ്വാസം. ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള 23 ഡിവിഷനുകളിൽ 16-ലും വിജയിച്ചു. ആകെയുള്ള 6 നഗരസഭകളിലും ഭരണം പിടിച്ചപ്പോൾ 71-ൽ 43 ഗ്രാമപഞ്ചായത്തിലും ഭരണം നേടാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ജില്ലയിൽ വലിയ മുന്നേറ്റം തന്നെ നടത്താനായിരുന്നു. ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 8-ലും ലീഡ് UDF-ന് തന്നെയായിരുന്നു. മന്ത്രി VN വാസവന്റെ മണ്ഡലമായ ഏറ്റുമാനൂരും ഇടതുമുന്നണിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായി തദ്ദേശത്തിലും LDF-ന് തിരിച്ചടിയേറ്റത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് മേൽക്കൈയാകുമെന്നാണ് റിപ്പോർട്ട്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.